ഹലോ, നമ്മൾ കുറച്ച് കാലമായി വീഡിയോ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടോ? വേറെ ഒന്നല്ല, നമ്മുടെ മൈക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ റിവ്യൂ പരിപാടികളൊക്കെ കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മുടെ രാജുവേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായ വിലായത്ത് ബുദ്ധ തിയേറ്ററിലെത്തി. ഞാൻ ഇന്നലെ രാവിലെ 11:30 ഷോ കാണാൻ വേണ്ടി തൃശ്ശൂരിലെ ഒരു പ്രമുഖ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ തിയേറ്ററിൽ ഷോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് FDFS മിസ്സായി. അവിടെ എന്തോ പ്രൊജക്ടറിൻ്റെ എന്തൊരു കംപ്ലൈൻ്റ് ആയിരിക്കാം, എന്താ സംഭവം എന്ന് അറിയില്ല. തിയേറ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു തിയേറ്ററിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഞാൻ മറ്റൊരു തിയേറ്ററിൽ സെക്കൻഡ് ഷോയാണ് ഇന്നലെ പടം കണ്ടത്. ഓക്കെ, ഇനി സിനിമയിലേക്ക് വരാം. വിലായത്ത് ബുദ്ധ കാസ്റ്റ് വരണത് പൃഥ്വിരാജും പിന്നെ ഷമ്മി തിലകനാണ് ലീഡ് റോള്. അതുപോലെ തന്നെ നായിക നമ്മുടെ നരിവേട്ടയിലൊക്കെ പ്രതീക്ഷ അവളാണ് ഈ സിനിമയ്ക്കകത്ത് നായിക. അതുപോലെ ജെയ്ക്സ് ബിജോയാണ് ഈ സിനിമയ്ക്കകത്ത് മ്യൂസിക്. ജെയ്ക്സ് ബിജോയുടെ വർക്ക് ഇപ്പോൾ എനിക്ക് അത്ര വലിയ കിടുവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതിൽ മെയിനായിട്ട് ആ ബുദ്ധം ചരണം ഗച്ഛാമി എന്ന് പറഞ്ഞൊരു സ്കോർ ഉണ്ട്, അത് അടിപൊളിയുണ്ട്. അത് തന്നെയുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പാട്ടുകളായാലും അങ്ങനെ എനിക്ക് അത്ര താല്പര്യമൊന്നും ആയില്ല. ജെയ്ക്സ് ബിജോയുടെ വർക്ക് ഈ പടത്തിൽ അത്ര കിടുവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി വർക്കാവാത്ത ഒരു സിനിമയായിരുന്നത്, ഒരു നിർഗുണ പടം. ഷമ്മി തിലകനാണ് ഈ പടത്തിലെ ഏക പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അയാളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിയാനെ. സെക്കൻഡ് ഹാഫൊക്കെ ഷമ്മി തിലകൻ്റെ സീൻ വരുമ്പോഴാണ് ഇന്നിങ്ങനെ കാണുന്നത്. ആ ഷമ്മി തിലകനൊക്കെ മാറ്റി നിർത്തിയാൽ ഞാൻ ഒന്നല്ലെങ്കിൽ ഇറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിയാനെ. എനിക്ക് അങ്ങനത്തെ ഒരു പടയ്ക്ക് ഒരു നിർഗുണ സിനിമയായിട്ടാണ് തോന്നിയത്. ആവറേജ് എന്ന് പോലും സത്യം പറഞ്ഞാൽ പറയാനേ തോന്നുന്നില്ല ഈ സിനിമ കണ്ടിട്ട്. മറയൂർ എന്നൊരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ചന്ദനത്തടികൾ, മരങ്ങൾ ഉള്ളൊരു മെയിൻ സ്പോട്ടാണ് ഈ മറയൂർ. അവിടെ ഈ ചന്ദനമരം വെട്ടി പീസാക്കി പുറത്തു കൊണ്ടുപോയി വിൽക്കുന്ന ഒരു മെയിൻ ഏജൻ്റാണ് നമ്മുടെ കഥാനായകൻ മോഹൻ, ഡബിൾ മോഹൻ. അങ്ങനെ ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഈ രാഷ്ട്രീയം പരിപാടികളൊക്കെ ആട്ടെ. നമ്മുടെ ഷമ്മി തിലകനാണ് മെയിനായിട്ട് ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് രാജുവേട്ടൻ പറയുന്നത്. ഈ ചന്ദനത്തടികൾ വെട്ടി പീസാക്കി പുറത്തു കൊണ്ടുപോയി വിൽക്കുന്ന ഒരു മെയിൻ ഏജൻറ്റ്, അതാണ് നമ്മുടെ കഥാനായകൻ ഡബിൾ മോഹൻ. അതിൻ്റെ ഇടയിൽ അവിടുത്തെ രാഷ്ട്രീയം, മോഹനൻ്റെ ഈ ചന്ദനക്കടത്തും ആ നാട്ടിലെ രാഷ്ട്രീയം കുത്തിക്കയറ്റിയിട്ടുള്ളൊരു സിനിമയായിരുന്നു. കഥാപരമായിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഒന്നും തന്നെ ഒരു കണക്ഷൻ കിട്ടിയില്ല. അതുപോലെ തന്നെ മാസ് സീൻസ് ആയാലും ഇമോഷണൽ സീൻസ് ആയാലും എനിക്കൊന്നും പേഴ്സണലി വർക്കായില്ല. ഷമ്മി തിലകൻ്റെ കുറച്ച് കോമഡി, ഷമ്മി തിലകനെ മാസാക്കി അല്ലെങ്കിൽ ഇമോഷണൽ സീൻസ് സെക്കൻഡ് ഹാഫിൽ ആ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ കയറി ഷോയ്ക്ക് നല്ല ചിരിയായിരുന്നു ആൾക്കാർ ആ സീൻസിനൊക്കെ. പക്ഷെ എന്നാലും പുള്ളി ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സിനിമയ്ക്കകത്ത്. ചില മാസ് സീൻസൊക്കെ വർക്കായിട്ടില്ല എന്ന് പറയുന്നില്ലേ, പക്ഷെ ഒരു കോമഡി പരിപാടിയാണ് പുള്ളിക്ക് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് സിനിമയ്ക്കകത്ത്. പിന്നെ ക്ലൈമാക്സിൽ ഗ്രാഫിക്സ് ഒരു ഷോക്കായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അത്ര രസം തോന്നിയില്ല കണ്ടിട്ട്. ഒരു ജീപ്പ് വെച്ചിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്, ഒരു മലമുകളിൽ കയറിയിട്ട്. തിയേറ്ററിൽ കുറേ ആൾക്കാർ കൈയടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്ര വർക്കായില്ല പരിപാടി. മൊത്തത്തിൽ എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു വിലായത്ത് ബുദ്ധ.